വാച്ച്മാൻ അമർ സിംഗിന് ലഹരി കുറച്ചധികമാണ്. ആരോ സമ്മാനിച്ച ബാങ്ക് കുറച്ചു കൂടിപ്പോയിരിക്കുന്നു. തടാകത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് ഇരിക്കാൻ ഒരു സുഖമാണ്. ഇന്ന് എന്താണെന്നറിയില്ല, തടാകത്തിലെ വെള്ളം കുറച്ച് കലങ്ങിയിട്ടുണ്ട്. എന്റെ മനസ്സുപോലെ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രോഗിയായ അച്ഛൻ എന്നും അണിഞ്ഞൊരുങ്ങി ആൽഫ്രഡ് ഗോമസിനെ കാണാൻ പോകുന്ന അമ്മ, പ്രദീപ് ചന്ദ്രൻ എന്ന യുവാവിന്റെ കൂടെ പോകുന്ന അനിയത്തി അനിത, രാത്രികാലങ്ങളിൽ മയക്കമരുന്ന് കഴിച്ച് പണം വെച്ച് ചൂതാടുന്ന അനുജൻ ബാബു, പിന്നെ ഒരാൾ കൂടി, സിഗരറ്റിന്റെ മണം പുരണ്ട വാക്കുകളുമായി ഒരാൾ. എല്ലാവരും മനസ്സിലേക്ക് വരും, മനസ്സ് കലങ്ങും. മേംസാബ് കുട്ടികളുടെ സ്കൂളിലെ മാസ്റ്റർ റാണിയല്ലേ? എനിക്കറിയാം. എൻ്റെ ഈ ബോട്ടിൽ ഒരു യാത്ര ചെയ്യുന്നോ? നിന്റെ പേരെന്താണ്? ബുദ്ധു. എല്ലാരും അങ്ങനെ വിളിക്കുന്നത്. ചിലര് ഗോരസാബ എന്ന് വിളിച്ച് കളിയാക്കും. അതെന്താ? എൻ്റെ അച്ഛനാണ് വെള്ളക്കാരൻ. ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ കണ്ടുപിടിക്കും. ഏതെങ്കിലും ഒരു സീസണിൽ നൈനിറ്റാളിൽ അയാൾ വരാതിരിക്കില്ല. നിന്റെ അമ്മയോ? മരിച്ചുപോയി. ഒരാഴ്ചയാണ് അമ്മ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞത്. 17-18 കൊല്ലം മുമ്പ് ഒരു മെയ് മാസത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു വെള്ളക്കാരന്റെ പാർപ്പിടത്തിലേക്ക് ദല്ലാളികളിൽ ഒരാൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ യുവാവിന്റെ സുഖവാസത്തിന്റെ സ്മാരകം ബുദ്ധു. എന്താ മേസാബ് പതിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. നിന്റെ ചെമ്പൻ മുടിയും വെള്ളാരം കണ്ണുകളും വെളുത്ത കവിളിലെ കറുത്ത കുത്തുകളും, നീ വെള്ളക്കാരൻ തന്നെ. എന്റെ കടത്തു ബോട്ടിൽ കയറുന്നില്ലേ മേസാബ്? ഇന്ന് വേണ്ട, പിന്നീടാവാം. നിന്റെ ബോട്ട് എനിക്കിഷ്ടായി. അരയിന്ന ചുണ്ടുള്ള മുഖപ്പ്. ബോട്ടിന്റെ പേര് നല്ല പേരാണ്. സഞ്ചാരികൾക്ക് ഇഷ്ടാവും ബോട്ടിന്റെ പേര്. നല്ല പേരാണ്. മേഫ്ലവർ, ഗുൽമോഹർ, മേദിനി പുഷ്പം, മെയ് മാസത്തിലെ വിരുന്നുകാരൻ. മേംസാബ് അധികമൊന്നും സംസാരിക്കാറില്ലെന്ന് അമർ സിംഗ് പറഞ്ഞു. സംസാരം ഏറെയും എന്നോട് തന്നെയാണ്, പിന്നെ പ്രകൃതിയോടും. ഈ ഫോട്ടോ കണ്ടോ? ആരുടേതാണ്? അച്ഛൻ്റേതാണ്. വെള്ളക്കാരിവിടുന്ന് പോയിന്ന് പറയുന്നത് നേരാണോ? എന്നാലും അച്ഛൻ പോയി കാണില്ല. എന്നെങ്കിലും വരും, ഇല്ലേ? നീയും ഞാനും എല്ലാവരും ആരെയോ കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും വരുമെന്ന് ഒരു പ്രതീക്ഷ. ചെല്ല്, നിന്റെ മേഫ്ലവറിൽ ആൾക്കാർ കാത്തിരിക്കുന്നു. തണുത്ത കാറ്റ്, ഉണങ്ങിക്കൊഴിഞ്ഞ ഇലകൾ അങ്ങകലേക്ക് പാറിപ്പാറിപ്പോകുന്നു. കൊഴിഞ്ഞ വർഷങ്ങളും. 9 വർഷങ്ങൾ. എന്തൊക്കെ മാറിപ്പോയി. അതാ
കല്ല് പാകിയ നടവൾ, ലവേഴ്സ് ട്രാക്ക്, കമിതാക്കളെയും കൊണ്ടുപോകുന്ന കുതിരകൾ, കുതിരക്കൊളമ്പടി കേൾക്കാം. പാറയിൽ പലയിടത്തും കമിതാക്കൾ പേരെഴുതി വെച്ചിട്ടുണ്ട്. ദാ അവിടെ ആ കാണുന്ന പാറയിൽ കാണും വിമല പ്ലസ് സുധീർ കുമാർ. വാച്ച്മാൻ തപാലാപ്പീസിൽ നിന്ന് എഴുത്തുകളുമായി വരുമ്പോൾ മനസ്സ് പിടയ്ക്കും. അതിലൊന്നിൽ നൃത്തം വയ്ക്കുന്ന വയലറ്റ് അക്ഷരങ്ങൾ, സിഗരറ്റ് മണക്കുന്ന അക്ഷരങ്ങൾ. പ്രിയപ്പെട്ട വിമല, ഇല്ല ഇല്ല. 9 വർഷങ്ങളുടെ കാത്തിരിപ്പ്. ടീച്ചർ ജി, മുകളിലേക്ക് ഞാനും വരുന്നു. വല്ലാത്ത കിതപ്പ്. കുറച്ച് ഇരുന്നിട്ട് പോകാം. ഇരിക്കൂ ടീച്ചർ ജി. പണ്ടത്തെ പോലെ ശരീരം വഴങ്ങുന്നില്ല. ഒരാണിൻ്റെ ജീവിതത്തിലെ നല്ല കാലം ഏതാണെന്നറിയാമോ? 23. പഠിച്ചു വെച്ചോളൂ. അക്കാലത്ത് അവളും ഉണ്ടായിരുന്നു ഈ മല കയറാൻ. ഞാൻ അറിഞ്ഞു ടീച്ചർ ജി അച്ഛൻ മരിച്ച കാര്യം. ദുഃഖിക്കരുത്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാ. വേണമെങ്കിൽ കുറിച്ചു വെച്ചോളൂ. അജ്ഞാത ചിന്തകന്റെ വചനമായി വേണ്ടപ്പോൾ അത് ഉദ്ധരിക്കാം. ഞാനാ വലിയ പാറയിലൊന്ന് കയറട്ടെ. സർദാർജി, വേണ്ട, നല്ല കാറ്റുണ്ട്. യോ, വീഴും. താഴെ വലിയ ഗർത്തമാണ്. യെസ്, താഴെ ആത്മഹത്യാ മുനമ്പ. വിനോദസഞ്ചാര സ്ഥലത്ത് തന്നെ ആത്മഹത്യാ മുനമ്പും. ടീച്ചർ ജി, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല. പ്രേമലേഖനം എഴുതില്ല. ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഇടയ്ക്കൊന്ന് ചിരിക്കണം. എന്തെങ്കിലും നല്ലത് ഓർക്കണം. പലതും യാദൃശ്ചികമാണ്. അല്ല, ഒന്നും യാദൃശ്ചികമല്ല. 21കാരിയായി വിമലാദേവി, മേൽചുണ്ടിൽ നനുനനുത്ത നീല രോമങ്ങളുള്ളവൾ. 29കാരനായ സുധീർ കുമാർ മിശ്ര, തലതിരിഞ്ഞ ചെറുപ്പക്കാരൻ. ധൂർത്തനെ 1955 മെയ് 3-ാം തീയതിക്ക് മുൻപ് ഒരു പ്രഭാതത്തിൽ ബസ്സിൽ വെച്ച് കണ്ടുമുട്ടുന്നു. നാം ജനിക്കുന്നതിന് മുൻപേ കാലത്തിന്റെ മഹാഗ്രന്ഥത്തിൽ ഒരേടിൽ അത് കുറിച്ചു വെച്ചിരിക്കുന്നു. ടീച്ചർ ജി, വീണ്ടും ഈ മൗനം? ഏയ്, ഒന്നുമില്ല. സംസാരിക്കുന്നുണ്ട്. ചുണ്ടുകളല്ല, മനസ്സ്. യാത്ര പറയുന്നതിന്റെ തലേന്ന് വാങ്ങിത്തന്ന മ്യൂസിക് നോട്ടുകൾ തുന്നിപ്പിടിപ്പിച്ച സ്വെറ്റർ. 9 വർഷം കഴിഞ്ഞു. ഇന്നും എനിക്കത് പുതിയതാണ്. എടുത്തു നോക്കി, മണത്തു നോക്കി, എന്നും തിരിച്ചു വയ്ക്കുന്നു. തണുപ്പ് കൂടുന്നു, കാറ്റും. നമുക്ക് പോയാലോ? കുറച്ച് താഴേക്ക്. ഓർമ്മകൾ
നടത്തത്തിലും ആകാമല്ലോ. ഒന്നും യാദൃശ്ചികമല്ല. പറഞ്ഞല്ലോ, അന്ന് ഞാൻ അങ്ങോട്ട് ചെന്നതാണ് ഒന്നു കാണാൻ. മനസ്സ് പിടിയിൽ നിൽക്കാതെ വന്നപ്പോൾ ഒന്നു കാണാൻ. മുറി മുഴുവൻ സിഗരറ്റിന്റെ പുക. വിശ്വപ്രസിദ്ധ ഗായകൻ പോൾ അൽക്കായുടെ മനോഹര ഗാനം. വാക്കുകൾ കൊണ്ട് പൂമാലകൾ കോർക്കുന്ന സുധീർ കുമാർ. വരൂ വരൂ വിമല. അരുത്, എനിക്ക് വയ്യ. ഇത് സംഭവിക്കുമെന്ന് കരുതിയതാണ്. പാട്ടും സിഗരറ്റിന്റെ മണവും എനിക്കിഷ്ടമാണ്. എന്നാലും ഹേയ്, കരയരുത്. എൻ്റെ എല്ലാം നൽകുന്ന ഈ നിമിഷത്തിൽ കരയരുത്. ആദ്യത്തെ പാപം, സ്ത്രീത്വത്തിന്റെ മൂടുപടം ചീന്തുന്ന ആദ്യത്തെ വേദന, ആദ്യത്തെ ആഹ്ലാദം, ആദ്യത്തെ നിർവൃതി. ഒരിക്കൽ മാത്രം ഞാൻ ജീവിച്ചു. ഞാൻ പാറി നടക്കുകയാണ്, മേഘക്കീറു പോലെ, ചുഴലിക്കാറ്റിൽ ആരോ പറത്തിവിട്ട പട്ടം പോലെ. 9 വർഷങ്ങൾ. വിമല, നിന്റേതായ എല്ലാം എനിക്കും പ്രിയപ്പെട്ടതാണ്. നിന്റെ സുഗന്ധം എനിക്ക് ചുറ്റും എപ്പോഴും ഒരു പരിവേഷമായി നിൽക്കുന്നു. എൻ്റെ സ്വപ്നത്തിൻ്റെ ജീവനാണ് നീ. ചോരയൊഴുകുന്ന സ്വപ്നങ്ങൾ കാൽ കീഴിൽ കിടക്കുന്നു. നാളെ സർദാർജിയും പോകുന്നു. ലങ് ക്യാൻസറുള്ള അയാളും തിരിച്ചു വന്നേക്കില്ല. മേം സാബ്, ആരോ പറഞ്ഞു കുറെ സായിപ്പന്മാർ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഞാൻ ചെന്നു നോക്കി. പക്ഷേ എൻ്റെ അച്ഛനില്ല. ആരും വരില്ലെന്നറിയാം. എന്നാലും ഒരു പ്രതീക്ഷ. വർഷങ്ങളോളം കാത്തിരിപ്പ്. ചോർന്നു പോകുന്നത് ദിവസങ്ങളും മാസങ്ങളും. ദാ നോക്ക്, അങ്ങകലെ